നമസ്കാരം. കഴിഞ്ഞയിടെ തമിഴ്നാട് ഗവൺമെൻറ് നിയമസഭയിൽ വെച്ച് പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ വേണ്ട വിധം പരിഗണിച്ച് പാസ്സാക്കി വിടുന്നില്ല എന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ ആശ്രയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി കഴിഞ്ഞ ആഴ്ച വരികയും ചെയ്തു. പൂർണ്ണമായും തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. ആ വിധിയെ ചുറ്റിപ്പറ്റി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം അഭിപ്രായങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച ചില വിവരങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട് സർക്കാരിന് ലഭിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി മറ്റുള്ള പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം അത്രത്തോളം വ്യക്തമായിട്ടാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. കേസിന് പോയത് തമിഴ്നാട് സർക്കാരാണെങ്കിലും ഈ വിധി കേരളം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും പ്രയോജനമാണ്. കാരണം കേന്ദ്രത്തിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ഒരു ഗുണമുണ്ടാകും. പക്ഷേ ഈ സുപ്രീം കോടതി വിധിക്കെതിരെ 2 ദിവസം മുന്നേ വൈസ് പ്രസിഡൻറ്റ് മാധ്യമലേഖകരെ കാണുകയും കേന്ദ്രത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ട്രെൻഡിങ് ചർച്ചാ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട് സർക്കാരിനെ എങ്ങനെയെങ്കിലും കൂട്ടാം അല്ലെങ്കിൽ ഇറക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങുന്നു എന്നതായിട്ടാണ് ചാനൽ ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനവർ പറയുന്ന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷമായ AIADMK ഇപ്പോൾ വീണ്ടും BJP ആയിട്ട് സഖ്യത്തിലായി. അതിൻ്റെ പിന്നാമ്പുറത്തെ കാരണമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ ഇവിടുന്ന് DMK-നെ, സ്റ്റാലിൻ്റെ പാർട്ടിയാണ് DMK എങ്ങനെയെങ്കിലും ഇറക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ്. തന്നെയുമല്ല DMK-യുടെ നേതാവായ കരുണാനിധി അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പല വേദികളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് അദ്ദേഹം ചെന്നൈക്ക് എത്തിയത് തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെ കള്ള ട്രെയിൻ കയറിയാണ് താൻ ചെന്നൈക്ക് വന്നിരുന്നു എന്നാണ് അദ്ദേഹം പല വേദികളിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് 2-3 ഭാര്യമാരുണ്ട്. അതുകൂടാതെയുള്ള ഐറ്റങ്ങൾ വേറെ. ഇതുങ്ങൾക്കെല്ലാം കൂടി കുട്ടികളും ധാരാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കുടുംബമാണ് ഈ കലാനിധിമാരൻ, സൺ TV-യുടെ കലാനിധിമാരൻ മുരശലി എന്നാണ് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിയ ആൾ. ആ മുരശലി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പെങ്ങളുടെ മകനും കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി കോടികളുടെ കള്ളപ്പണം ഉണ്ടാക്കിയതായും അത് പൊക്കാനായിട്ട് കേന്ദ്രം ഉടൻ തന്നെ ഇടപെടുന്നതിലൂടെ സ്റ്റാലിനെ പുറത്താക്കുമെന്നും പറ്റുമെങ്കിൽ ജയിലിലാക്കുമെന്ന് തന്നെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഈ 2 ദിവസമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചർച്ചകൾ. പക്ഷേ എടപ്പാടി വീണ്ടും BJP-യിലൂടെ സഖ്യം ചേർന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. കാരണം ഇനി വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷന് വേണ്ടി തമിഴ്നാട്ടിലെ സകല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇവിടങ്ങളിൽ പിന്നെ അതിന് തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ അതിൻ്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ആരുമായിട്ട് സഖ്യത്തിൽ പോകണം, എങ്ങനെ പോകണം, എന്തൊക്കെയാണ് ഡിമാൻഡുകൾ എന്നുള്ള പരസ്പര അണിയറയിലുള്ള ചർച്ചകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അതിൻ്റെ ഭാഗമായിട്ടാണ് എടപ്പാടി പഴനിസ്വാമി വീണ്ടും BJP-യിൽ സഖ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ AIADMK-യുടെ നേതാവായിരുന്ന ജയലളിതയുടെ ഊട്ടിയിലെ എസ്റ്റേറ്റ്, കൊടനാട് എസ്റ്റേറ്റ് എന്നാണ് അതിന് പേര്, ഏതാണ്ട് 600 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എസ്റ്റേറ്റ്. വേനൽക്കാലത്ത് ജയലളിത രാഷ്ട്രീയ ഭരണയന്ത്രം തിരിച്ചിരുന്നത് ഈ എസ്റ്റേറ്റിൽ പോയിരുന്നാണ്. 2 മാസം അവിടെ ഇരുന്നാണ് തമിഴ്നാട് ഭരണയന്ത്രം അവർ തിരിച്ചിരുന്നത്. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും തന്നെ വിലമതിക്കാനാവാത്ത വസ്തുക്കളൊക്കെ ഉള്ളതാണ്. ആ ജയലളിത ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഒരു പ്രാണി പോലും ആ കോമ്പൗണ്ടിനകത്ത് കിടക്കുകയില്ലായിരുന്നു. എന്നിരിക്കെ അവർ മരണപ്പെട്ട പുറകെ അവിടെ ഉണ്ടായ ദുർമരണങ്ങളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ പത്രമാധ്യമങ്ങളും TV മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് പറയണമെന്നില്ല. സെക്യൂരിറ്റി
മരണപ്പെടുന്നു. അതുപോലെ അവിടുത്തെ കണക്ക് പിള്ളയുടെ സഹായി മരണപ്പെടുന്നു. അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോകുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന AIADMKയുടെ ഭരണാധികാരികൾ തന്നെയാണ് എന്ന ഒരു നിലപാട് എല്ലാവർക്കും ഏകദേശം വ്യക്തമായിട്ടൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ ആരും അതിനെപ്പറ്റി പുറമേ പറയാൻ, തമിഴ്നാട്ടിൽ പറയാൻ തയ്യാറാകുകയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഭവിഷ്യത്തുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തെ കഥകളൊക്കെ ഇന്ന് ഭരണത്തിലിരിക്കുന്ന DMK സ്റ്റാലിനും കൂട്ടർക്കൊക്കെ ഏകദേശമൊക്കെ അറിയാം. അതിനെ അവർ അടിസ്ഥാനമാക്കി ഇവരെ വീണ്ടും പൂട്ടുകയോ മറ്റോ വല്ലതും ചെയ്യുമോ എന്ന് ഭയന്നുകൊണ്ടാണ് AIADMKയുടെ അനുയായികളുടെ അഭിപ്രായങ്ങളെപ്പോലും മാനിക്കാതെ, അനുയായികൾക്ക് തീർത്തും താല്പര്യമില്ല BJP പോയി സഖ്യ കക്ഷി ഉണ്ടാക്കുന്നതിന് തമിഴ്നാട്ടിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെ AIADMKയുടെ ഇപ്പോഴത്തെ നേതാവായ എടപ്പാടി കെ പഴനിസ്വാമി വീണ്ടും BJP ആയിട്ട് സഖ്യം കൂടിയതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യം അതുതന്നെയാണ്. തന്നെയുമല്ല, തമിഴ്നാടിൻ്റെ അണ്ണാമലൈ എന്നും പറഞ്ഞ BJPയുടെ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റിയിട്ട് AIADMKയുടെ പഴയ നേതാവും മന്ത്രിയുമായിരുന്ന നൈനാ നാഗേന്ദ്രനോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ BJPയുടെ തമിഴ്നാട് നേതാവ്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ. അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന അടിസ്ഥാനത്തിലാണ് അവർ നീങ്ങിയിരിക്കുന്നത്, മറ്റൊന്നുമല്ല. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തി തമിഴ്നാട് പ്രത്യേക സംസ്ഥാനം ആക്കണമെന്ന് ആവശ്യപ്പെടും. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കഴിഞ്ഞു. അതൊരിക്കലും കേന്ദ്രം അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിലേക്കാണ് സോഷ്യൽ മീഡിയയിലുള്ള നിരന്തരമുള്ള ചർച്ചകളിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരം നിലപാടുകളെ ഒരു സാധാരണക്കാരിൽ ഒരാളായ ഞാൻ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ഒരു അഭിപ്രായം കൂടി ഇവിടെ അറിയിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പിടിക്കും, നാളെ പിടിക്കും, അല്ലെങ്കിൽ അവനെ ഇവൻ പൊക്കും, ഇവനെ അവൻ പൊക്കും എന്നൊക്കെ നിരന്തരം പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മീഡിയകളിലൊക്കെ വന്ന് എല്ലാവരും പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പോരാടും എന്നൊക്കെ പറയുന്നുള്ള അല്ലാതെ സത്യസന്ധമായ രീതിയിൽ ആരും നടപടികൾ കൈക്കൊണ്ടതായിട്ട് നമ്മുടെ അറിവിൽ ഇതുവരെ ഇല്ല. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇനിയിപ്പം കേന്ദ്രം കരുണാനിധിയുടെ കുടുംബ അഴിമതി വീണ്ടും അന്വേഷിച്ച് പൊക്കാൻ തയ്യാറാകുകയോ മറ്റോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, അഴിമതി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നഗ്നമായ സത്യം തന്നെയാണ്. കാരണം ഒരു 10 രൂപ, അന്നത്തെ കാലത്ത് ഒരു 10 രൂപ കാശ് പോലും എടുക്കാനില്ലാതെയാണ് ഏതാണ്ട് 50 വർഷം മുന്നേ 50 അല്ല അതിൽ കൂടുതലായി മുന്നേ കരുണാനിധി ചെന്നൈക്ക് വണ്ടി കയറിയായിട്ട് പറയുന്നു. ആ വ്യക്തി ഇന്നിപ്പോൾ ഏതാണ്ട് 50,000 കോടിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആസ്തി 50,000 കോടിയുടെ ആസ്തി ഉണ്ടെന്നുള്ളതാണ് പൊതുവെ റെക്കോർഡിക്കലായിട്ടുള്ള കണക്കായിരിക്കും ഇവർ ഈ പറയുന്നത്. അല്ലാതെയുള്ള കണക്കുകളൊക്കെ വേറെ. ഇതൊക്കെ എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നത് നമുക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാക്കാനുള്ള ഉള്ളൂ. അതിനകത്ത് മറ്റാരും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരിക്കെ കേന്ദ്രം ഈ അഴിമതിയെ കണ്ടുപിടിക്കാനോ മറ്റോ ആളെ വിട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ പിടിക്കപ്പെടും എന്ന് ഒരു ഉറച്ച നിലപാടിലേക്ക് അവരെത്തിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും രാഷ്ട്രീയക്കാരാണല്ലോ, രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരല്ലേ, തീർച്ചയായിട്ടും മറുകണ്ഠം തന്നെ രായ്ക്ക് രാമായണം ഇവരുടെ കാലേ വന്ന് വീഴും. നമ്മൾ പണ്ട് ജയലളിത മരണപ്പെട്ട് കഴിഞ്ഞ് ശശികലയുടെ കാലയിൽ എടപ്പാടി കെ പഴനിസ്വാമി വീഴുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടവരുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ രായ്ക്ക് രാമായണം ഇരുചെവി അറിയാതെ, അല്ലെങ്കിൽ മറ്റൊരു ഈച്ച പോലും അറിയാതെ ഇവർ പോയി കാലേ വീണിട്ട് സറണ്ടർ ആവും. അതാണ് സംഭവിക്കുക. എന്നിട്ട് പറയും, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി യാതൊരു ദോഷമൊന്നും ഉണ്ടാകുകയില്ല, താങ്കൾക്ക് ഒരു ദോഷം ഉണ്ടാകുകയില്ല, താങ്കൾ എന്നെ ഉപദ്രവിക്കരുത്, എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം എന്നൊക്കെ. ഇതൊന്നും റെക്കോർഡിക്കലായിട്ട് തെളിവില്ലാത്ത കേസുകളാണ് കേട്ടോ. നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അറിയാമല്ലോ, മൊത്തം ഈ കണ്ട കാലം മുതൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ കാലം മുതൽ ഉണ്ടാക്കിയെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് അകത്ത് പോകും, അല്ലെങ്കിൽ ഞാനും കൂടി അകത്ത് പോകും, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനാണേലും ചെന്ന് കാലേ വീഴും. അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഇക്കാലം അത്രയും നമ്മൾ നടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ ഗവേഷകനൊന്നുമല്ല. അങ്ങനെ അവരുടെ സ്വത്തിനും സമ്പത്തിനും ജീവനും പരിരക്ഷ അവർ ഉറപ്പാക്കി കഴിഞ്ഞ് രാഷ്ട്രീയപരമായുള്ള വേദികളിൽ വന്ന് വെച്ച്, പൊതുജനങ്ങളുടെ മുന്നേ വന്ന് വെച്ച് പറയും, അതായിരുന്നു ഇതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാനത് ചെയ്യാൻ ബാധ്യത, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തേ മതിയാവും, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിവിടെ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒക്കുകയില്ലായിരുന്നു. രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് എനിക്ക് ആവശ്യം. ഞാൻ അകത്ത് പോയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ എൻ്റെ വീടും കുടിയും നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ സ്റ്റാലിനെ പോലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലുള്ള വ്യക്തികളൊക്കെ
പല വേദികളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെപ്പോലുള്ള വ്യക്തികൾ പല വേദികളിൽ പ്രസംഗിച്ച് നമുക്ക് കേൾക്കാൻ യൂട്യൂബ് മുഖാന്തരം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റാലിന് വേണ്ടി വന്നാൽ അത് ആവർത്തിക്കും എന്ന് തന്നെയാണ്. കാരണം 10 ഗുണം 10 ഗുണമാണല്ലോ. ഇനിയിപ്പോൾ അതല്ല, മറിച്ച് സ്റ്റാലിനെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ നേതൃത്വമോ ഉണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ ഇവർ ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇവർ അവിടെ ചെന്ന് ബാർഗിൻ ചെയ്യും, പറയും ഇതേ കാര്യം ഇന്ന പോലെ എല്ലാത്തിനും രേഖാമൂലമുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ദയവായി പരസ്പരം കൂടുതൽ വാശിയും വൈരാഗ്യമൊന്നും വേണ്ട. ഞാനും ഇനി ശബ്ദിക്കുന്നില്ല, താങ്കളും ശബ്ദിക്കാതിരുന്നാൽ നമുക്ക് 2 കൂട്ടർക്കും നല്ലത്, അതല്ലെങ്കിൽ 2 കൂട്ടർക്കും ദോഷം ചെയ്യും എന്ന് ബാർഗിൻ ചെയ്യാനുള്ള കഴിവും സ്റ്റാലിനുണ്ട്. കാരണം മുന്നേ ഞാൻ പറഞ്ഞ പോലെ 10 ഗുണം 10 ഗുണം. സത്യത്തിൽ ഇതൊക്കെ കാണുകയും ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴി ഇത് കാണുകയും അല്ലെങ്കിൽ ഇതിലെന്താണ് സംഭവിക്കാൻ പോവുക, ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് അകത്ത് പോകും, അടുത്ത നടപടികൾ ഇവരുടെ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ സ്വമേധ ഇങ്ങനെ ഊഹിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വന്ന് ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളെപ്പോലുള്ളവരാണ് ഇതിനകത്ത് സത്യത്തിൽ ഒരു മണ്ടന്മാർ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുക എന്ന് തന്നെയാണ് എനിക്ക് ഇതിൽ നിന്നും കണ്ടെത്തിയ ഒരു ആശയം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നു. കാരണം അദ്ദേഹം സുപ്രീം കോടതിക്കെതിരെ 1-2 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ പ്രഥമ പൗരനെ വരെ നിയന്ത്രിക്കാനുള്ള കഴിവ് സുപ്രീം കോടതിക്കായോ എന്നൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ ഗവർണറുടെ സാന്നിധ്യം അത്യാവശ്യമില്ല, അല്ല അദ്ദേഹത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ അത്യാവശ്യമില്ല. അദ്ദേഹം ഒരു അധികപ്പറ്റായിട്ടാണ് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തുമ്പോഴത്തേക്ക് ഗവർണർ പോസ്റ്റിംഗ് എന്ന് ഒരു അധികപ്പറ്റായിട്ട് വരുന്ന രീതിയിലാണ്. ഓൾറെഡി കേരളം, വെസ്റ്റ് ബംഗാൾ ആൻഡ് തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഗവർണർ എന്ന പോസ്റ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്ക് കാര്യം നടക്കും, എന്തിനാ ഈ പാഴിയലവ് എന്നൊക്കെ ഈ 3 സംസ്ഥാനങ്ങളും മുന്നേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ശൈലിയിൽ അവർക്ക് അനുകൂലമായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഈ വിധി എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരം കേസുകളിൽ വിധികൾ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, സാധാരണക്കാരൻ എന്ന നിലയ്ക്കുള്ളൊരു അഭിപ്രായം അല്ല. നമ്മൾ ജുഡീഷ്യറിയെ നമ്മൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെ എങ്ങനെ കാണുന്നു, ആരെങ്കിലും എന്നോട് ചോദിക്കും ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ ഇതിനെന്താണ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് എന്ന് എന്നോട് ആരോടും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് ഇത് കൈകാര്യം ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ തന്നെ അതാണ് ശരിയെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അല്ലാതെ ഗവർണർ താമസിപ്പിക്കുന്നു എന്നത് സംസ്ഥാനങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഗവർണർ ഭാഗത്തുനിന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും നിങ്ങളത് ആ ബില്ലുകൾ പാസ്സാക്കിയതായിട്ട് നിങ്ങൾ സ്വമേധയെ പ്രഖ്യാപിക്കുക എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇച്ചിരി കടുത്ത വാക്കുകളായി പോയോ എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എൻ്റെ അഭിപ്രായമാണ്. അല്ലാതെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഈ കേസ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ വിധി പ്രഖ്യാപിച്ചതല്ല. ഇതിനെപ്പറ്റി ശാസ്ത്രീയ വശങ്ങളെല്ലാം പഠിച്ചേച്ച് മുൻകാലങ്ങളിൽ ഇത്തരം കേസുകളുടെ വിധി വന്നിട്ടുണ്ടാവും. ആ വിധിയായിട്ട് കമ്പയർ ചെയ്ത് അതിൽ നിന്നും ആശയങ്ങൾക്ക് ഉൾക്കൊണ്ട് തന്നെയാണ് ജഡ്ജിമാർ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ സ്വീകരിക്കുക, ശിരസ് നമിച്ച് സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് എതിരഭിപ്രായങ്ങളും എനിക്കില്ല, ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല. രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി വരെ കാര്യം എടുത്ത് ചർച്ച ചെയ്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വലിയ സോഷ്യൽ മീഡിയകൾ ഇതൊക്കെ ചർച്ച ചെയ്ത സ്ഥിതിക്കാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് വരും ദിനങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ ഞാനും കാത്തു നിൽക്കുകയാണ്. എൻ്റെ ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.